സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും നൽകാൻ പോലും കടമെടുക്കുന്ന സാഹചര്യമാണിപ്പോൾ. എന്നാൽ ഈ രൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ടൂറിസം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ടൂറിസം മന്ത്രിക്കും വിദേശയാത്ര. സർക്കാർ നടപടി വലിയ വിവാദത്തിനിടയാക്കിയിരിക്കുകയാണ്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് കുടുംബസമേതം ഇപ്പോൾ ബാങ്കോങ്ങിലാണ്. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡ് അവാർഡ് സ്വീകരിക്കാനാണ് മന്ത്രി എത്തിയിരിക്കുന്നത്. യാത്രാവിശേഷങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ടൂറിസം സെക്രട്ടറി, ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ എന്നിവർ ഉൾപ്പെടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിദേശയാത്രയ്ക്ക് സർക്കാർ അനുമതി നൽകി. ജപ്പാൻ, മലേഷ്യ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, റഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നത്. രാജ്യാന്തര ടൂർ ഓപ്പറേറ്റർമാരുടെയും ട്രാവൽ ഏജന്റുമാരുടെയും നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കലാണ് ലക്ഷ്യം. ഇതെല്ലാം നടക്കുന്നത് സംസ്ഥാനത്തെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ്. ഓണത്തിനായുള്ള ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ 3 തവണയായി ആകെ 6000 കോടി രൂപ കടമെടുത്തു. ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് 23,000 കോടി രൂപയായി. ദൈനംദിന ചെലവുകൾക്കുള്ള ട്രഷറി നിയന്ത്രണം സർക്കാർ കൂടുതൽ കർശനമാക്കി. കടം വാങ്ങിയാണ് ശമ്പളവും പെൻഷനും ഓണ ഉപഹാരങ്ങളും നൽകുന്നത്. അതേസമയം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉദ്യോഗസ്ഥരുടെ വിദേശ പര്യടനത്തിന് അനുമതി നൽകിയത് സർക്കാരിന്റെ ഇരട്ട നയമാണെന്ന് പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുന്നു. മലയാളം പൾസ്.